ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ DA കുടിശ്ശിക ഇപ്പോൾ കൊടുക്കാനുള്ള 2 ഗഡു കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രഖ്യാപനമില്ല. അതിന് ചുറ്റിപ്പറ്റി ഉള്ളൊരു വികസനമാണ് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി ആലോചിക്കുന്നത്. എത്ര കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ടോയ്ലറ്റ് വേണം എന്നുള്ളതിനൊരു അനുപാതമുണ്ട്. ഇത് ഒരു സ്കൂളുകളിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹബ്ബാക്കി മാറ്റും. അതൊക്കെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം അത്തരം കാര്യങ്ങൾ നടക്കണമെന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിഷണറി ആയിട്ടുള്ളൊരു ബഡ്ജറ്റ് അല്ല. നമസ്കാരം. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് അവതരണം അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം, ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ ബഡ്ജറ്റ് ഉയർന്നോ എന്നുള്ള കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് കന്നി ബഡ്ജറ്റ്, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയ്ക്കത്ത് ഉയർന്ന ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനതിനെ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാവന, ഒരു കേരളം എങ്ങനെയാവണം എന്നുള്ളത് അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് പോലെയാണ്, ഒരു നയപ്രഖ്യാപനം പോലെയാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. അതൊരു മോർ ദാൻ എ ബഡ്ജറ്റ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു നിരീക്ഷണം. കാരണം മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ഇതൊരു റിവൈസ്ഡ് ബഡ്ജറ്റാണല്ലോ, പുതുക്കിയ ബഡ്ജറ്റാണ്. ഇപ്പോൾ ബാലഗോപാലിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ നോക്കിയാൽ മൊത്തം വരവ് പ്രതീക്ഷിക്കുന്നതിൽ ഏതാണ്ട് ഒരു 20,000 കോടി രൂപയുടെ കുറവുണ്ടായി. അത് നേരത്തെ തന്നെ ധവളപത്രത്തിലൂടെ അത് ഇവർ ചൂണ്ടിക്കാണിച്ചതാണ്. അത് വസ്തുതാപരമായി ശരിയാണ്, അല്ലെങ്കിൽ മറുഭാഗത്തു നിന്ന് അത് കോൺടസ്റ്റ് ചെയ്യപ്പെടുമായിരുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള കുറവ് മൊത്തം വരുമാനത്തിൽ റവന്യൂ വരവിൽ വന്നിട്ടുണ്ട്. ഏതാണ്ട് 1,26,000 മറ്റോ ആയിരുന്നത് 1,06,000 അത് കുറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വരവിന് വേണ്ടുന്ന പുതിയ മാർഗങ്ങളൊന്നും ഇതിൽ ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. രണ്ടാമത് ചിലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കിയാലും ചിലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും അതുപോലെ ഒരു 2,30,000 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നത് 2,06,000 മറ്റോ കുറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 10-30,000 കോടി രൂപയുടെ ചിലവ് കുറവും വന്നിട്ടുണ്ട്. പ്ലാൻ ഫണ്ട് ഒരു 30,000 കോടി രൂപയിൽ നിൽക്കുന്ന പോലെയാണ് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തം ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അങ്ങനെ ഒരു പുതിയ ധനസമാഗമന മാർഗങ്ങളോ മറ്റ് വലിയ വൻകിട പദ്ധതികളോ ഒന്നും ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടില്ല. പക്ഷെ പ്രഖ്യാപനം വലിയ പദ്ധതികളുടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തുറമുഖ നഗരമായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മൾ പരിശോധിച്ചാൽ അതും ഒരു വിഷൻ ഡോക്യുമെൻ്റ് എന്നുള്ളതാണ്. ഒരു വർഷത്തെ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ നോക്കിയാൽ ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും അല്ല ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെനിക്ക് തോന്നിയത്, നമ്മൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു റെയിൽ റോഡ് കണക്ടിവിറ്റി സംബന്ധിച്ച്. അത് കഴിഞ്ഞ സർക്കാർ അത് പെൻഡിങ്ങിൽ വെച്ചതാണ്. അത് അതിൻ്റെ കാലാവധി ഏതാണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കും എന്ന് ഈ സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു തരത്തിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റാണ്. നമ്മൾ വിഴിഞ്ഞം പദ്ധതി തന്നെ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 90% കോസ്റ്റ് എന്ന് പറയുന്നത് പൊതുമേഖലയിൽ നിന്ന് വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ അകത്തുണ്ട്. എനിക്കതിനോട് വലിയ യോജിപ്പുള്ള ഒരാളല്ല. അത് ഐ വിൽ ബി സർപ്രൈസ് ടു ബി പ്രൂവ്ഡ് റോങ്. ഐ വിൽ ബി ഹാപ്പി ടു ബി പ്രൂവ്ഡ് റോങ്. അതായത് ഈ നമ്മളൊരു കോസ്റ്റൽ മേഖലയിലുള്ള ഒരു സംസ്ഥാനമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവിടെ നിരവധി തുറമുഖങ്ങൾ നേരത്തെ മുതലേ ഉള്ളതുകൊണ്ട്
ഇപ്പോൾ വല്ലാർപാടവും വിഴിഞ്ഞവും ഒക്കെ അന്താരാഷ്ട്ര തുറമുഖങ്ങളായിട്ടുമുണ്ട്. ഈ കോസ്റ്റൽ ഒരു സ്റ്റേറ്റ് ആയതുകൊണ്ടും തുറമുഖങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ടും നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥ അതിനനുസൃതമായി മാറും എന്ന് പറയുന്നതിനോട് എനിക്ക് ആ കാഴ്ചപ്പാടിനോട് യോജിപ്പില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ സ്ഥലമെടുത്തിട്ടാൽ വ്യവസായം വരുമെന്നും പോർട്ടുണ്ടെങ്കിൽ കച്ചവടവും ട്രേഡിങ്ങും നടക്കുമെന്നും പറയുന്ന ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല എന്നുള്ളത്. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റി ഉള്ളൊരു വികസനമാണ് പ്രധാനമായിട്ട് മുഖ്യമന്ത്രി ആലോചിക്കുന്നത്. അദ്ദേഹം തുറമുഖ വകുപ്പ് ഏറ്റെടുത്തതിലൂടെ തന്നെ അത് വളരെ വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന് അത് സംബന്ധിച്ചൊരു വിഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ പ്രൊണൗൺസ്ഡായിട്ട് വരട്ടെ. രണ്ടാമത് ഭൂപരിഷ്കരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം ചില ധനസമാഗമന മാർഗങ്ങൾ കാണുന്നുണ്ടാവും. അത് പ്രഖ്യാപിച്ചിട്ടില്ലെന്നേ ഉള്ളായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തോട്ടത്തിൻ്റെ കൺവേർഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്കാണ് നമുക്കതിനോട് പ്രതികരിക്കാൻ കഴിയുക. ഭൂപരിധി സംബന്ധിച്ച് ചില നീക്കങ്ങൾ നടത്തുന്നതായിട്ട് നമ്മൾ കേട്ടിരുന്നു. അത് പക്ഷേ ആലോചിച്ച് നടപ്പിലാക്കുന്നില്ലെങ്കിൽ വളരെ വലിയ സമരങ്ങളിലേക്ക് സംസ്ഥാനം പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ DA കുടിശ്ശികയൊക്കെ ഇപ്പോൾ കൊടുക്കാനുള്ള 2 ഗഡു കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ പ്രഖ്യാപനമില്ല. അത് കൊടുക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 9,000 കോടി രൂപ നമ്മൾ ബഡ്ജറ്റിൽ മാറ്റി വെക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതങ്ങനെ പ്രത്യേകിച്ച് മാറ്റി വെച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. ബാക്കിയുള്ള പദ്ധതികളെല്ലാം ഇപ്പം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റേറ്റ് ആക്കും, പിന്നെ മ്യൂസിക് അക്കാഡമി തുടങ്ങും, സ്മാരകങ്ങൾ തുടങ്ങും. അതെല്ലാം സ്ഥിരമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ചെറിയ തുകയുടെ പദ്ധതികളാണ് താരതമ്യേന. അതൊക്കെ നടക്കട്ടെ. ഇപ്പം നമ്മളൊരു ഇൻ്റർനാഷണൽ ഗ്ലോബൽ ഹബ്ബാക്കി, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഹബ്ബാക്കി മാറ്റും. അതൊക്കെ ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം അത്തരം കാര്യങ്ങൾ നടക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം പ്രഖ്യാപനങ്ങളെല്ലാം അത് നമുക്ക് അതിൻ്റെ കാലക്രമേണ കാണാമെന്നുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഇപ്പോൾ അവരുടെ പ്രഖ്യാപനങ്ങളിൽ നമ്മൾ ബഡ്ജറ്റിന് മുമ്പേ വന്നതാണെങ്കിലും വനിതകളുടെ സൗജന്യ യാത്ര സംബന്ധിച്ചുള്ളത്, സ്കൂളുകളിലെ പെൺകുട്ടികൾക്ക് സൗഹൃദ ടോയ്ലറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, ഇതൊക്കെ വളരെ ശ്രമകരമായ കാര്യങ്ങളാണ്. അതായത് ഈ അൺഎയ്ഡഡ് സ്കൂളുകളിൽ പോലും മതിയായ ടോയ്ലറ്റ് സൗകര്യം ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എനിക്ക് 3 പെൺകുട്ടികളാണ് എന്നുള്ളത് കൊണ്ട് എനിക്കിത് വളരെ നന്നായിട്ടറിയാം. ഈ സൗകര്യങ്ങളില്ല, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഈ കുട്ടികൾ വളരെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പുറമേക്ക് നോക്കുമ്പം വലിയ കെട്ടിടങ്ങളും അതും ഇതൊക്കെ ഉണ്ടാവും. അടിസ്ഥാനപരമായിട്ട് ഇങ്ങനെ വേണ്ടുന്ന സൗകര്യങ്ങൾ, കാര്യം ഇത്ര കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ടോയ്ലറ്റ് വേണം എന്നുള്ളതിനൊരു അനുപാതമുണ്ട്. ഇത് ഒരു സ്കൂളുകളിലുമില്ല. പക്ഷേ അതിലൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഒറ്റയടിക്ക് ഇതൊന്നും മാറ്റാവുന്നതല്ല. അത്തരം ചില ശ്രദ്ധകൾ പോകുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ സാനിറ്ററി നാപ്കിൻ്റെ കാര്യം, അതിൻ്റെ എങ്ങനെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ളത് ചെയ്യാം എന്നൊക്കെയുള്ള ആലോചന തീർച്ചയായിട്ടും നമ്മളെപ്പോലൊരു സമൂഹം ചെയ്യേണ്ട കാര്യമാണ്. അത്തരം ചില തോട്ട് പ്രോസസ്സ് അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു വിഷണറി ആയിട്ടുള്ളൊരു ബഡ്ജറ്റല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള പല ഭരണാധികാരികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരവരുടെ ഒരു തുടർച്ചയായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു അധികാരത്തിൻ്റെ ഒരു കൈമാറ്റമായിട്ടാണ് ഇതിനെ കാണുന്നതെങ്കിൽ, VD സതീശൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ജനറേഷൻ ചേഞ്ച് പോലെ വന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപക്ഷെ അപ്രതീക്ഷിതമായിട്ടൊരു കഴിഞ്ഞ 5 വർഷം കൊണ്ട് വന്നൊരു മാറ്റത്തിൽ വന്ന ഒരു സ്ഥാനലബ്ധിയാണ്. അദ്ദേഹം കേരള സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നമുക്ക് യോജിപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകൾ തനിക്കുണ്ട് എന്നുള്ളത് പലപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അദ്ദേഹം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് തനിക്കൊരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട് എന്ന് പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ്. ആ രീതിയിൽ നമ്മൾ നോക്കുമ്പം വരേണ്ട ഒരു മാറ്റം ഡോക്യുമെൻറ്റിൽ കാണുന്നില്ല എന്നുള്ളൊരു നിരാശ എനിക്കുണ്ട്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ
ഈ ഗ്രോത്ത് എന്ന് പറയുന്നതിനെ അങ്ങനെ തന്നെയാണോ കാണേണ്ടത്? ഈ GDP എന്നൊക്കെ പറയുന്നത് അതുപോലെ ഈ സംരംഭകത്വം ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ ഒരു തനത് ഉൽപാദന മേഖലകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനെയാണോ കാണേണ്ടത്? അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കും കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോവുകയും പരമ്പരാഗതമായിട്ടുള്ള ഈ വളർച്ച നമ്മൾ വളർച്ച എന്ന് വിചാരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാൻസറും ഒരു വളർച്ചയാണ്. നമുക്ക് വേണ്ടുന്ന രീതിയിലാണോ ഈ വളർച്ച? അത് നമ്മളെ സഹായിക്കുകയാണോ അതോ നമ്മളെ ഇല്ലാതാക്കുകയാണോ ചെയ്യുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പുതിയ തോട്ട് പ്രോസസ്സും കൂടി നമുക്ക് വരേണ്ടതുണ്ടായിരുന്നു. അത് വരുത്താവുന്ന തരത്തിലൊരു പുതിയ തലമുറയുടെ ഒരു ചിന്താശേഷിയും കൂടെ വായനാശീലമുള്ള ഒരാളിൽ നിന്ന് അങ്ങനെ വരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ഞാനതിനെക്കുറിച്ച് പറഞ്ഞത്. മുമ്പുള്ള സർക്കാരുകൾ പ്രഖ്യാപിച്ചതുപോലെ അതായത് നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ധനസ്ഥിതി എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ്. UDF പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ ഈ നമ്മുടെ ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നും വൻ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. കോടികളാണ് പലതിനും വകയിരുത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതാണ്. ഖജനാവിൻ്റെ സ്ഥിതി അറിയാവുന്നതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. റവന്യൂ ജനറേറ്റിംഗ് സ്കീംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വളരെ കുറവായിരുന്നു. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് 50% ഡിസ്കൗണ്ട്, അത് ശരിയാണ്. ഈ വനിതാ സൗജന്യ യാത്ര അനുവദിച്ച ഘട്ടത്തിൽ അവരെ നിലനിർത്താൻ വേണ്ടി അത് ആവശ്യമുള്ളതായിരിക്കും. ഇലക്ട്രിക് കാറുകളുടെ കാര്യത്തിലുള്ള ഡിസ്കൗണ്ട്. അപ്പം നേരത്തെ ഉള്ള മുൻ സർക്കാരുകൾ പറഞ്ഞതിനേക്കാൾ കുറേ നികുതി ഇളവുകൾ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ നികുതി വർദ്ധിപ്പിക്കുകയോ ഇനി നോൺ ടാക്സ് റവന്യൂവിൽ നിന്ന് അധികം ധനം സ്വരൂപിക്കാനുള്ള മാർഗങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റ് പ്രസംഗത്തിൽ നിന്ന് നമ്മൾ കണ്ടില്ല. ബാക്കി ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചാലാണ് അത് കൂടുതൽ അറിയുക. പക്ഷേ അതൊന്നും ഇല്ലാതെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20,500 രൂപ കുറവുണ്ടെന്ന് പറയുന്നത് അത് അതേപോലെ അവിടെ ഉണ്ട് താനും. അപ്പോൾ ഒരു വലിയ ധനസമാപന മാർഗങ്ങളൊന്നും ഇവർ വിഭാവനം ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ ബഡ്ജറ്റ് തന്നെ സമ്മതിക്കുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണോ അതോ ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയാണോ ചെയ്തതെന്നുള്ള സംശയമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കേരളത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. അതിൽ ഏതാണ്ട് സമസ്ത മേഖലകളും അദ്ദേഹം സ്പർശിച്ചു പോയി. അപ്പോൾ അതൊക്കെ അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാണ്. അതിലാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ബഡ്ജറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടല്ല അത് വന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. രണ്ടാമത്തെ കാര്യം, ഒരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പോലും ഒരു പുതിയ കാലഘട്ടത്തിൽ ഈ ഗ്രോത്തിൻ്റെ പുറകെ പോവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണോ, അത് ലോകത്തിന് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കെ അതേ ദിശയിൽ തന്നെയാണ് അദ്ദേഹവും സഞ്ചരിക്കുന്നത് എന്നുള്ളതും ഒരു തരത്തിൽ നിരാശാജനകമാണ്.